ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് ഞാനൊരു ജാം ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തോല് ചെത്തി എടുത്തിട്ട് ഞാൻ വരാം. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാം. ഇന്ന് അതാണ് പരിപാടി. അതിന് വേണ്ടി കുറച്ച് നാരങ്ങ നീരെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാര വേണം. ഇതെല്ലാം കൂടിയാണ് ഞാൻ ജാം ഉണ്ടാക്കുന്നത്. നാരങ്ങ നീര് ലാസ്റ്റ് ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങേൻ്റെ കുറച്ച് നീരെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം തോല് ചെത്തട്ടെ. അപ്പോൾ ഇതിനിപ്പം നമുക്ക് ചെത്തിയെടുക്കണം. ഇതേപോലെ ചെത്തിയെടുക്കണം. ഈ ഒന്ന് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു കൈതച്ചക്ക മുഴുവൻ എടുത്തിട്ടാണ് ഞാൻ ആക്കുന്നത്. ഇതിൻ്റെ നടുക്കത്തെ നമ്മൾ പറയും കണ്ടാന്നല്ല, നിങ്ങളെന്നാ പറയുക എനിക്കറിയില്ല. കൈതച്ചക്കേൻ്റെ നടുക്കുള്ള കൂഞ്ഞു പോലെയുള്ള സാധനമില്ല ചക്കേൻ്റെ പുറത്തെ, അപ്പോൾ അത് എടുക്കുന്നില്ല. ബാക്കിയുള്ളതിനെ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ജ്യൂസ് പോലെ അടിച്ചിട്ട് എടുക്കണം. എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ മുള്ളെല്ലാം നല്ല വൃത്തിയിൽ ചെത്തിയെടുക്കണം. കേട്ടല്ലോ. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സിയിലിടണം. എന്നിട്ടാണ് എടുക്കുക. ഈ മുള്ളൊന്നും എടുക്കണ്ട നമുക്ക്. പ്ലേറ്റിൽ ചെറിയതായിട്ട് ഞാൻ മുറിച്ചിട്ടിട്ട് എടുക്കട്ടെ. ഇതെല്ലാം കളഞ്ഞിടട്ടെ. മുള്ള് സാധാരണ നമ്മൾ കഴിക്കാനും എടുക്കില്ലല്ലോ. ഇപ്പോൾ അതേപോലെ തന്നെ ജാമാക്കാനും നമ്മൾ ഇതൊന്നും എടുക്കുന്നില്ല. ഇതൊന്നും ഇല്ലാണ്ടാണ് ജാമെല്ലാം ആക്കി എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ചെറുങ്ങനെ മുറിച്ചിട്ടെടുത്തിട്ട് വരുന്നേ. അപ്പോൾ ഇതാ ഇത്രയാണ് ആ ഒരു കൈതച്ചക്കക്ക് മുറിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനത് മിക്സിൻ്റെ ജാറിലേക്ക് എടുത്തിട്ടിട്ട് അടിച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് എടുത്തുകൊണ്ട് വരാം. വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത് മാത്രം എടുത്തിട്ടിട്ട് അടിച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. നേരെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. പകുതി ഇട്ട് കൊടുത്തു. പകുതി അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അടിച്ചിട്ട് എടുക്കാം. അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ജ്യൂസ് ഞാൻ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിൽ വെച്ചിട്ട് എത്രയാണെന്നുള്ളതെന്ന് നമുക്ക് നോക്കണം. അതിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ഇടാൻ. ഒരു ഗ്ലാസ് ഇത്രയാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. ഇനി മറ്റൊന്നും കൂടി ഞാൻ അടിച്ചിട്ട് കൊണ്ടുവരുന്നു, എന്നിട്ട് അളക്കാം. അപ്പോൾ ഇതാ മറ്റതും കൂടി ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ അളന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഒരു ഗ്ലാസ്, ഇതിപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ്. അപ്പോൾ 2, അപ്പോൾ 3, നാല് ഗ്ലാസ്. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതിയാണ് നമുക്ക് പഞ്ചസാര എടുക്കേണ്ടത്. 4 ഗ്ലാസ്സാണ് ഉള്ളത്. അപ്പോൾ ഈ 4 ഗ്ലാസ്സിന് നമുക്ക് 2 ഗ്ലാസ് പഞ്ചസാര എടുക്കണം. ഇതേ ഗ്ലാസ്സിന് തന്നെ അളന്നിട്ട് എടുക്കണം. അപ്പോൾ ഇതാ അതേപോലത്തെ ഗ്ലാസ്സാണ് ഇത്. അപ്പോൾ ഇതിന് ഞാൻ പഞ്ചസാര 2 ഗ്ലാസ് അളന്നെടുക്കുന്നുണ്ട്.
ഒരു ഗ്ലാസ്സും കൂടി എടുക്കും. കൃത്യമായിട്ട് 2 ഗ്ലാസ് പഞ്ചസാര എടുത്തു. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഇതിനെ കുറുക്കിയെടുക്കണം. നമ്മളെ കൈതച്ചക്കയാണ് എല്ലാം കൂടി മിക്സ് ആക്കട്ടെ. കൈതച്ചക്ക നമുക്ക് അടിപൊളിയായിട്ട് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയിൽ മിക്സാക്കി ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഗ്യാസ് കത്തിച്ച് വെക്കട്ടെ. ഗ്യാസ് കത്തിക്കുന്നുണ്ട്. വെച്ച് അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. പഞ്ചസാരയിൽ ഉരുകി വരണം. അപ്പം ഇനി നമുക്കിതിൽ 1-2 സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ കറുവപ്പട്ട ഇതാ. അപ്പോൾ ഇതിൻ്റെ ഒരു രുചി വരാൻ വേണ്ടിയിട്ട് ഇതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. പഞ്ചസാരയിൽ ഇതിൽ ഉരുകി വരട്ടെ. അതുവരെയും നമുക്കിതിന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കുറുക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് തിളച്ച് ഏകദേശം ഇതിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ എടുത്ത് വെച്ച ചെറുനാരങ്ങേൻ്റെ നീര് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കും. ഇനി ഒരു പൈനാപ്പിളിൻ്റെ രുചി വരാൻ വേണ്ടിയിട്ട് നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ട്, അതൊന്ന് ലേശം ഒന്ന് ഇട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൈനാപ്പിളിൻ്റെ നല്ല രുചി കിട്ടും. കുറച്ച് അപ്പോൾ അടിപൊളി പൈനാപ്പിളിൻ്റെ ജാമാണ്. കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്കിതിനെ തീ ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് വെച്ച ഈ പട്ടേൻ്റെ ഈ പീസ് നമുക്ക് എടുത്തു മാറ്റണം. എന്നിട്ട് ഇതിനെ തഴിയാൻ അനുവദിക്കുക. 2 പീസ് ഇട്ട് കൊടുത്തിന് ഒന്ന് കാണുന്നില്ല, ഒന്നും കൂടി വേണം. അതിനെയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കിട്ടി ഇതിനെയും കിട്ടി. 2 പീസിനെയും എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. അധികമായി കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റൽ പോലെ ആയിപ്പോവും. പിന്നെ നമുക്ക് ബ്രെഡിലൊന്നും തേക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പരുവത്തിൽ നമുക്കിതിനെ ഓഫാക്കി വെക്കാം. തണിഞ്ഞതിൻ്റെ ശേഷമാണ് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. ഇപ്പം ഞാനിതാ സിമ്മിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കുന്നു. അടിപൊളിയായിട്ടുള്ള ജാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണിഞ്ഞ് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി കുറുകി വന്ന് കട്ടി പോലെയാകും. അപ്പോൾ നമുക്ക് അതൊരു നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ടേ. ഇവിടുന്ന് തണിയട്ടെ. അപ്പോൾ ഗൈസ് ജാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഇനിയിപ്പം വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റൂ. ഞാനിപ്പോൾ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ തണിഞ്ഞതിൻ്റെ ശേഷം നമുക്കിതൊരു എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയാകും. അപ്പോൾ അതിൻ്റെ പാകത്തിന് വാങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ പൈനാപ്പിൾ ജാമിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഞാൻ
പാത്രത്തിലാക്കാം. ഇത് ഇപ്പം പാത്രത്തിലാക്കാൻ പറ്റില്ല, ചൂടാണ്. ചൂടോടെ ആക്കി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഓക്കേ, ബൈ.